രണ്ട് കേസിൽപ്പെട്ടു ജയിലിൽ പോയി ജാമ്യത്തിന് നിൽക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനെ തന്ത്രിയാക്കണം എന്ന് ആവശ്യപ്പെടുന്നു. മകന് ഈ യോഗ്യതയുണ്ടോ? തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞ യോഗ്യതയുണ്ടോ? ആത്മാർത്ഥതയുള്ള രണ്ട് പേര്, ഒന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ്, വേറൊന്ന് കമ്മീഷണർ. ഈ രണ്ട് പേര് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ബാക്കി എല്ലാം മര്യാദയ്ക്ക് കാര്യങ്ങൾ നടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട എല്ലാവരും പ്രതികളാണ്, പക്ഷെ തന്ത്രി പ്രതിയല്ല. ഇതെന്ത് മറിമായം! മറ്റെല്ലാവരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ SIT കൊള്ളാം, തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ SIT കൊള്ളില്ല. പരമ്പരാഗതമായ അവകാശം വകവെച്ച് കൊടുക്കാം, പക്ഷേ അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? യോഗ്യതയെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല, അവകാശത്തെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ദേവസ്വം ബോർഡാണ് തന്ത്രിയുടെ നിയമനാധികാരം ഉള്ളവർ, അവർക്കത് തീരുമാനിക്കാം. പക്ഷേ അദ്ദേഹം അത് ചെയ്യില്ല. ഹൈക്കോടതിയുടെ തലയിൽ വയ്ക്കും. കാരണം ബ്രഹ്മദത്തിനെ വെച്ച് വല്ല കുഴപ്പവും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജയകുമാറിനോട് പറയും, നിങ്ങളല്ലേ ഇയാളെ വെച്ചതെന്ന് പറയരുത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്നും കണ്ഠരര് രാജീവരെ മാറ്റി അദ്ദേഹത്തിൻ്റെ മകൻ ബ്രഹ്മദത്തനെ നിയോഗിക്കുമോ? ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ആവശ്യം ദേവസ്വം ബോർഡിന് മുന്നിൽ വെച്ചു. കണ്ഠരര് രാജീവര് തൻ്റെ മകനെ നിയോഗിക്കണം, തന്നെ മാറ്റി എന്ന്. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ ഹൈക്കോടതിയിലേക്ക് വിട്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഇതിനിടയിൽ മറ്റൊരു കാര്യവും ഇവിടെ ചർച്ചാ വിഷയമാവുകയാണ്. BJP ഉപാധ്യക്ഷൻ ശ്രീ KS രാധാകൃഷ്ണൻ്റെ ആവശ്യമാണത്. താഴമൺ കുടുംബത്തെ ശബരിമലയുടെ തന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റണം എന്നുള്ളതാണ് ആവശ്യം. പരിശോധിക്കാം നമുക്ക് ഈ വാർത്തകളുടെ വിവിധ വശങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. തന്ത്രിസ്ഥാനത്തേക്ക് കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തനെ പരിഗണിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അത് തള്ളിയിട്ടില്ല ദേവസ്വം ബോർഡ്. അതിൽ കുഴപ്പമൊന്നുമില്ല, ബ്രഹ്മദത്തനെ പരിഗണിക്കാം. പക്ഷേ അന്തിമ തീരുമാനം ഹൈക്കോടതി ആയിരിക്കും എടുക്കുക എന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം? ലിയോ, ഇത്തരം കാര്യങ്ങൾ നിയമപരമായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത്, ധാർമ്മികമായിട്ടാണ്. നിയമം, ഹൈക്കോടതി വിധി, സുപ്രീം കോടതി വിധി, ഇങ്ങനെ പലതും തന്ത്രിക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ആർക്ക് ഉദ്ധരിക്കാൻ പറ്റാവുന്ന സാധനങ്ങളാണ്. ഹൈക്കോടതി വിധി തന്ത്രിക്ക് അനുകൂലമായിട്ടുണ്ട്, എതിരായിട്ടുള്ളതുണ്ട്. സുപ്രീം കോടതിയിലും അങ്ങനെയുണ്ട്. ബട്ട് ഇതിനെല്ലാം മേലെയായിരിക്കണം തന്ത്രി. തന്ത്രിയുടെ ലക്ഷണം, ആചാര്യ ലക്ഷണം, ഇവരെല്ലാം പറയുന്നത് തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥം വെച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നതെന്നാണില്ല. അതിലെ ആദ്യത്തെ ശ്ലോകം, ആചാര്യ ലക്ഷണം, വിപ്രകുലീന കൃത സംസ്കൃയഘവു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ശ്ലോകം. അതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത ഈ തന്ത്രിക്കുണ്ടോ? ഒരെണ്ണം മതി. വിപ്രനാണോ, കുലീനനാണോ? ഇതൊന്നുമില്ലാതെ നിങ്ങൾ എന്നെ തന്ത്രിയാക്കണം, എൻ്റെ മകനെ തന്ത്രിയാക്കണം, പോലീസുകാരൻ്റെ മകനെ പോലീസിലെടുക്കാൻ പറ്റുമോ? ഇതൊക്കെ എന്തൊരു ഡിമാൻഡാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ രണ്ട് കേസിൽപ്പെട്ടു ജയിലിൽ പോയി ജാമ്യത്തിന് നിൽക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനെ തന്ത്രിയാക്കണം എന്ന് ആവശ്യപ്പെടുന്നു. മകന് ഈ യോഗ്യതയുണ്ടോ? തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞ യോഗ്യതയുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തിൻ്റെ ബഹളം നടന്നല്ലോ, അന്ന് തന്ത്രിയടക്കം അതിനെ എതിർത്ത എല്ലാവരുടെയും പോയിൻ്റ് എന്തായിരുന്നു? അമ്പലത്തിൽ ആര് കയറണം കയറരുത് എന്നൊക്കെ തീരുമാനിക്കുന്നത് തന്ത്രിയാണ്. തന്ത്രിയാണ് അവസാന വാക്ക്. ശരി, സ്വർണ്ണക്കൊള്ള വന്നപ്പോഴോ അത് ആര് കയറി ആരഴിച്ചു എനിക്കൊന്നും അറിയില്ല, എനിക്കതിലൊരു നിയന്ത്രണവുമില്ല. അതൊക്കെ ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത്. എടാ, കഴിഞ്ഞ വർഷം 3-4 വർഷം മുമ്പാണ് നിങ്ങൾ ഞാനാണ് അധികാരി, ആര് കയറണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു എനിക്കതിലൊന്നും യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നു. ഇതെങ്ങനെ ശരിയാവും? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നിയമം വെച്ചല്ല ഇത് തീരുമാനിക്കേണ്ടത്, ധർമ്മം വെച്ചിട്ടാണ്. ഈ രാമായണത്തിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എന്ന്. ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാൽ പാമ്പാണ്. പാമ്പിൻ്റെ വായിൽപ്പെട്ട ദർദുരം, തവള. ആ തവള വഴിയെ പോയി ഈച്ചയെ കണ്ടപ്പോൾ ആ ഈച്ചയെ പിടിക്കാനായിട്ട് നാക്ക് നീട്ടുന്നു.
പകുതി പാമ്പിൻ്റെ വായിലാണ്. പക്ഷെ അപ്പോഴും ഈച്ചയെ പിടിക്കാനുള്ള ആ ത്വര മാറുന്നില്ല. ഇതുപോലെയാണ് തന്ത്രി 2 കേസിൽപ്പെട്ട് ജാമ്യത്തിലുമായി പകുതി പാമ്പിൻ്റെ വായിൽ നിൽക്കുക ആശാൻ. എന്നിട്ട് ബ്രഹ്മദത്തനെ തന്ത്രിയാക്കണം എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് തന്ത്രമൊഴിയണമെങ്കിൽ ഞാൻ തന്ത്രമൊഴിയുന്നു എന്ന് ഒറ്റ വരി എഴുതി ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ട് ഇറങ്ങി നടക്കണം. അതാണ് വിപ്രൻ്റെ ലക്ഷണം. അല്ലാതെ കണ്ടീഷണലായിട്ടൊരു റെസിഗ്നേഷൻ കൊടുക്കുന്നത് ഒരു വ്യവഹാരിയുടെ ലക്ഷണമാണ്, കേസ് നടത്തുന്നവൻ്റെ ലക്ഷണമാണ്. കണ്ടീഷണലായിട്ട് വിഡ്രോവൽ. അതാ ഇന്നത് ചെയ്താൽ ഞാൻ തന്ത്രം ഒഴിയാം, അത് ചെയ്തില്ലെങ്കിലോ ഞാൻ തന്ത്രം ഒഴിയില്ല. അതാണല്ലോ അതിനർത്ഥം. അതെ, മകനെ തന്ത്രി ആക്കിയില്ലെങ്കിൽ ഞാൻ തന്നെ തന്ത്രി, മകനാണ് ആകുന്നതെങ്കിൽ ഞാൻ തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാം. ഇതൊക്കെ ഒരു തന്ത്രിക്ക്, ഒരു വിപ്രന് ഭൂഷണമാണ്. ബ്രഹ്മജ്ഞാനമുള്ളയാൾ, സംസ്കൃതം പഠിച്ചയാൾ, എല്ലാ ജാതികളുടെയും ആചാരങ്ങൾ മനസ്സിലാക്കിയ ആൾ. ഇതൊക്കെയാണ് ആചാര്യ ലക്ഷണം. ബ്രാഹ്മണരെ മാത്രം ക്ഷേത്രങ്ങളിൽ പൂജിക്കാൻ അന്ന് ജാതി വ്യവസ്ഥ നിലവിലുള്ള കാലമാണല്ലോ. അപ്പോൾ തന്ത്രസമുച്ചയം നിഷ്കർഷിക്കുന്നത് എല്ലാ ജാതികളിലെയും എല്ലാ ആചാരങ്ങളും തന്ത്രിമാർ പഠിച്ചിരിക്കണം എന്നാണ്. മേൽശാന്തിക്ക് പോലും ഇത്തരം നിയന്ത്രണങ്ങളില്ല. അത്രയധികം ജ്ഞാനമുള്ള മനുഷ്യനായിരിക്കണം തന്ത്രി. ഈ ജ്ഞാനമൊന്നുമില്ലാതെ ചുമ്മാ എൻ്റെ മകനാണ് എന്നുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ബ്രഹ്മദത്തനെ തന്ത്രിയാക്കണം. എന്താണ് നടക്കുന്നത്? ധാർമ്മികതയ്ക്ക് യാതൊരു വിലയുമില്ല. എല്ലാവരും നിയമം സൗകര്യം പോലെ വ്യാഖ്യാനിച്ചിട്ട് അവരവർക്ക് പറ്റിയ രീതിയിൽ കോടതി വിധികൾ എടുത്തിട്ട് അത് ഉദ്ധരിച്ച് തർക്കിക്കുന്നു. ഞാൻ വിചിത്രമായ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട എല്ലാവരും പ്രതികളാണ്, പക്ഷെ തന്ത്രി പ്രതിയല്ല. ഇതെന്ത് മറിമായം? മറ്റെല്ലാവരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ SIT കൊള്ളാം, തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ SIT കൊള്ളില്ല. അതൊരു ശരിയായ കാര്യമല്ലല്ലോ. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് തന്ത്രി കുറ്റക്കാരനല്ല എന്നൊക്കെ തോന്നാം, പക്ഷേ നിയമത്തിൻ്റെ പിടിയിൽപ്പെട്ടാൽ നിയമവഴിക്ക് തന്നെ നിങ്ങൾ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. ബട്ട് അതുവരെ നിങ്ങൾ തന്ത്രം എന്ന് പറയുന്ന താന്ത്രിക വൃത്തി, അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ധർമ്മം. അത് നിയമത്തിന് മേലെയാണ്. അത് ഒരു കാലത്തും ഈ തന്ത്രിമാർ പാലിക്കാറില്ല. അതാണ്. എന്നെയോ ലിയോയെ പോലെയുള്ള ലൗകികന്മാരല്ലല്ലോ ഇവർ. അങ്ങനെ ആയിരിക്കുകയും ചെയ്യരുത്. ഇവർ പ്രത്യേകതരം ജീവിതം നയിക്കുന്ന ആൾക്കാർ ആയിരിക്കണം, എങ്കിലേ തന്ത്രിയായിട്ട് അവരെ അംഗീകരിക്കാവൂ. സാർ, ഇപ്പോൾ ഈ താഴമൺ കുടുംബത്തിനാണല്ലോ താന്ത്രികാവകാശം. അവരുടെ ഉള്ള സന്തതി പരമ്പരകളിലേക്ക് കൈമാറി പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അവരുടെ യോഗ്യത കൂടി ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അവർക്ക് കൃത്യമായ യോഗ്യതയുണ്ട് എന്ന് ഉറപ്പാക്കണം. അങ്ങ് പറഞ്ഞത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്, വളരെ പരിഗണിക്കേണ്ട കാര്യം തന്നെയുമാണ്. ഇവർക്കൊക്കെ തന്നെ കൃത്യമായ യോഗ്യത ഉണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് പഠിച്ച് കോഴ്സുകളൊക്കെ തന്നെ പാസ്സായി വരുന്ന ആളുകൾ. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ എല്ലാ വശങ്ങളും ഇവർക്ക് മനഃപ്പാഠമാക്കാൻ സാധിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഇവരുടെയൊക്കെ തന്നെ യോഗ്യത അളക്കുവാൻ വേണ്ട ഒരു 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 ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഒരു സംവിധാനവും ഇല്ല ലിയോ. ഞാൻ പറയട്ടെ, ഇപ്പോൾ കണ്ഠരര് രാജീവര് അങ്ങേര് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അല്ലാതെ വേദം പഠിച്ചുകൊണ്ടിരിക്കുകയൊന്നും ആയിരുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പെൻഷൻ കിട്ടും എന്നുള്ള സ്ഥിതിയായി കഴിഞ്ഞപ്പോൾ VRS എടുത്തിട്ട് തന്ത്രിയായി. ഇതിൽ കൂടുതൽ കാശ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മന്ത്രിയാകും. ഇത്രയേ ഉള്ളൂ. ഇതൊരു കരിയറായിട്ടാണ് ഇവരൊക്കെ എടുത്തിരിക്കുന്നത്. അല്ലാതെ ഇവർക്ക് ഒരു പാണ്ഡിത്യമല്ല. സംസ്കൃതം അറിയാമോ ഇവർക്ക്? വേദങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ആചാര്യലക്ഷണത്തിൽ തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വേദങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം, സംസ്കൃതം അറിഞ്ഞിരിക്കണം. ഇതൊന്നുമില്ലാതെ ചുമ്മാ അങ്ങോട്ട് അവിടെ ഒരു മുറിയും എടുത്തിട്ട് സന്നിധാനത്ത് കക്കൂസും പണിഞ്ഞ് സുഖിച്ച് ജീവിക്കുക. എന്നിട്ട് പൂജ ചെയ്ത് തളരും. അയ്യോ, ആര് പറഞ്ഞു ഇദ്ദേഹത്തോട് ഇതിനും മാത്രം പൂജകളുണ്ടാക്കാൻ? പൂജ ഉണ്ടാക്കുന്നത് തന്ത്രി, പൂജ ഇല്ലാതാക്കുന്നതും തന്ത്രി. പടിപൂജ എന്ന് പറഞ്ഞ ഏർപ്പാട് 80കൾ വരെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എപ്പോഴോ ദേവസ്വം ബോർഡിനും തന്ത്രിക്കും ഒക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പടിപൂജ തുടങ്ങിയത്. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ് ക്ഷേത്രങ്ങളിൽ ഓരോ വഴിപാടുകളൊക്കെ തുടങ്ങുന്നത്. അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ അപവാദവും പ്രശ്നവും ഒക്കെ വന്നിരിക്കുന്നത്.
അതെ. ഈ നമ്മുടെ ബെല്ലാരിയിലെ ഗോവർദ്ധൻ ഉണ്ടല്ലോ, അതെ. ആ ഗോവർദ്ധൻ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം വായിച്ചു നോക്കണം. ആ സത്യവാങ്മൂലം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഈ വഴിപാടുകളിലൊക്കെ നടക്കുന്ന ആ കലാപരിപാടികൾ നമുക്ക് മനസ്സിലാകും. അതിൽ ഇഷ്യൂ ചെയ്ത റെസീറ്റൊക്കെ നോക്കി ഒരു പ്രൊഫഷണലിസം ഒന്നുമില്ലാത്തത്. ഇതൊന്നും തന്ത്രി അറിയുന്നില്ല എന്നാണ് തന്ത്രി പറയുന്നത്. എന്നാൽ പടിപൂജ ചെയ്യുന്നത് മുഴുവൻ തന്ത്രിയാണ് താനും. അതാണ് ഞാൻ പറഞ്ഞത്, സെലക്റ്റീവായിട്ട് നിയമം കോട്ട് ചെയ്യുക. സ്ത്രീ പ്രവേശം വന്നു കഴിയുമ്പോൾ ഞാനാണ് അധികാരി, മോഷണം നടന്നു കഴിയുമ്പോൾ ഞാൻ അധികാരിയല്ല, വേറെ ആരെങ്കിലും നോക്ക്. ഇത് ഈ ഇരട്ടത്താപ്പും കൊണ്ട് നടക്കരുത്. ഇതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ മറ്റേ ഒരു കോ ബ്രദർ ഉണ്ടല്ലോ, കണ്ഠരര് മോഹനര്, അദ്ദേഹം ഇതുപോലൊരു വിവാദം ഉണ്ടാക്കിയിരുന്നു, പുറത്ത് പറയാൻ കൊള്ളാത്തൊരു വിവാദം. അദ്ദേഹത്തിൻ്റെ ആൾക്കാർ പറയുന്നത് അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്തു എന്നാണ്. എന്തുമായിക്കോട്ടെ, രാത്രി 11 മണിക്ക് എറണാകുളം സിറ്റിയിലെ ഒരു ഫ്ലാറ്റിൽ നിങ്ങൾ കാണപ്പെട്ടു എന്നുള്ളത് തന്നെ നിങ്ങളുടെ അയോഗ്യതയ്ക്ക് തെളിവാണ്. അവിടെ ഞാനോ ലിയോയോ ഇതുപോലെയുള്ള സാധാരണക്കാരൻ കാണപ്പെട്ടാൽ അതൊരു വാർത്തയല്ല, ഒരു അത്ഭുതമല്ല. നമ്മളൊക്കെ ലൗകികന്മാരാണ്, തോന്നിയിടത്തൊക്കെ പോകും. അതുപോലെയാണോ തന്ത്രി? അവിടെ എന്തുകൊണ്ട് തന്ത്രിയെ ട്രാപ്പ് ചെയ്യുന്ന നിങ്ങളവിടെ പോയത് എന്തിനാ? ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടു എന്നുള്ളത് അതിനകത്ത് നിങ്ങളെ പറ്റിച്ചോ നിങ്ങൾ പറ്റിച്ചോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങളവിടെ പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങളിതിന് യോഗ്യനല്ല എന്ന് തെളിയിച്ചു. എന്നിട്ടും അദ്ദേഹം നിരന്തരം അപേക്ഷ കൊടുത്തുകൊണ്ടിരുന്നു, എന്നെ തന്ത്രിയാക്കണം, എന്നെ തന്ത്രിയാക്കണം. വർഷങ്ങളെടുത്തു, പിന്നെ ഹൈക്കോടതി സമ്മതിച്ചില്ല, അങ്ങനെ പോയി. ഇപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയാണല്ലോ തീരുമാനിക്കുന്നത്. അതെ. ഇതാണ് ആ തന്ത്രിയുടെ കഥ. ഈ തന്ത്രി പരമയോഗ്യനാണ്, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തന്ത്രി അതിലും വഷളായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മോഷണത്തിൽ പങ്ക് പറ്റിയിരിക്കുന്നു. പങ്ക് പറ്റിയോ ഇല്ലെന്ന് കോടതി തീരുമാനിക്കട്ടെ. ബട്ട് നിങ്ങൾ ആ വിവാദത്തിൽ പെട്ടു എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് കുറച്ചിലാണ്. അത് ധർമ്മവിരുദ്ധമാണ്. നിങ്ങൾ യഥാർത്ഥ തന്ത്രിയായിരുന്നെങ്കിൽ ഇങ്ങനെ പെടുകില്ലായിരുന്നു. നാളെ അയ്യപ്പൻ്റെ വിഗ്രഹം തന്നെ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് വെച്ചോ, തന്ത്രി പറയും എനിക്കറിയില്ല, രാവിലെ അമ്പലം തുറന്നപ്പോൾ വിഗ്രഹം കാണുന്നില്ല എന്ന് മേൽശാന്തി എന്നെ അറിയിച്ചു, വിഗ്രഹം അവിടെ ഉണ്ടെങ്കിൽ പൂജ ചെയ്തോ, അല്ലെങ്കിൽ പോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഈ രീതിയിലായിരിക്കും തന്ത്രിയുടെ മറുപടി. വിഗ്രഹം മോഷണം പോയി കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ്, ഞങ്ങൾക്കതിൽ യാതൊരു ചുമതലയുമില്ല. ഇങ്ങനൊരു തന്ത്രമുണ്ടോ? എന്നിട്ട് തന്ത്രിക്ക് അയ്യപ്പൻ്റെ പിതൃസ്ഥാനനാണ്. പിതൃസ്ഥാനീയന് മകനെ സംരക്ഷിക്കാനോ മകൻ്റെ സ്വത്ത് സംരക്ഷിക്കാനോ ഉള്ള ബാധ്യതയില്ലേ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ തന്ത്രിമാർ പകച്ചു പോകും, അവർ മറുപടി പറയില്ല. ഇത് കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് പരിപൂർണൻ തന്നെ ചോദിച്ചതാണ്. ഭാഗ്യസൂക്തം അറിയാമോ? അറിയില്ല. ഗണപതി ഹോമം നടത്താൻ അറിയാമോ? അറിയില്ല. മാത്രമല്ല അറിയേണ്ട കാര്യമില്ല എന്നാണ് അന്ന് പ്രഗത്ഭരായ കുറേ തന്ത്രിമാർ പറഞ്ഞത്. തന്ത്രി ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, തന്ത്രിക്ക് മൂലമന്ത്രവും അവിടുത്തെ ചില ചടങ്ങുകളും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. അത് അച്ഛൻ പറഞ്ഞു തരും. അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ മകൻ ഈ ഒരു മൂലമന്ത്രവും ബാക്കി ചടങ്ങുകളുമായിട്ട് കഴിയും. ഇത്രയേ ഉള്ളൂ തന്ത്രം എന്ന് വെച്ചാൽ. ഇത്രയേ ഉള്ളൂവെങ്കിൽ ഇത് ആർക്കും ചെയ്യാവുന്നതാണ്, എനിക്കും ലിയോയ്ക്കും ചെയ്യാവുന്നതാണ്. അത് പറ്റില്ല, അത് പാരമ്പര്യമാണ് എന്ന് പറയും. പരമ്പരാഗതമായ അവകാശം വകവെച്ച് കൊടുക്കാം, പക്ഷേ അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? യോഗ്യതയെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല, അവകാശത്തെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഇതൊന്നും ബ്രാഹ്മണ്യമല്ല. ബ്രഹ്മജ്ഞാനമുള്ളവർ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. വായടപ്പിക്കാൻ വേണ്ടിയിട്ടോ കോടതി വിധി കാണിച്ചോ ഒന്നും ആരെയും തോൽപ്പിക്കുകയില്ല. അവർ അതങ്ങ് ത്യജിക്കും. എനിക്ക് വേണ്ട. ജയിലിൽ പോയ ആ ദിവസം തന്ത്രം ഒഴിഞ്ഞ് ഈ രാജീവര് കത്ത് കൊടുക്കണമായിരുന്നു ദേവസ്വം ബോർഡിന്. ഇനി ഞാനില്ല എന്ന് പറയണം, അയ്യപ്പനിൽ സമർപ്പിക്കണം. നിങ്ങൾ കുറ്റവാളി അല്ലെങ്കിൽ കോടതി നിങ്ങളെ കുറ്റവിമുക്തനാക്കും. കുറ്റവിമുക്തനായാൽ പോലും നിങ്ങൾ തന്ത്രം തിരിച്ചു പിടിക്കരുത്. അധികാരം പിടിച്ചു പറ്റാനുള്ളതല്ല ഈ തന്ത്രം എന്നൊക്കെ പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. നിങ്ങൾ നിർവികാരനായിട്ട് ഇരിക്കണം. അല്ലാതെ മീഡിയ മാനേജ് ചെയ്യുക, കോടതിയെ മാനേജ് ചെയ്യുക, വക്കീലിനെ വയ്ക്കുക, ജാമ്യത്തിന് വേണ്ടി ഗുസ്തി പിടിക്കുക, ഇതൊന്നും ഈ വിപ്രന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. സാർ, മറ്റൊരു കാര്യം, ഈ ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്നും താഴ്മൺ കുടുംബത്തെ മാറ്റണമെന്ന് BJP
ഉപാധ്യക്ഷൻ ശ്രീ KS രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, മറ്റു പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലൊരു ആവശ്യം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്നൊന്നായി ഓരോരുത്തരായി അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ തന്നെ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം? ഓക്കെ, അവർക്ക് യോഗ്യത വേണം, അത് യോഗ്യത തെളിയിച്ച് മുന്നോട്ട് പോകണം, യോഗ്യതയുള്ളവർ തന്ത്രിയാകട്ടെ. പക്ഷേ ഈ കുടുംബത്തെ മാറ്റണം എന്നുള്ളൊരു ആവശ്യത്തോട് എങ്ങനെയാണ് അങ്ങയുടെ പ്രതികരണം വരുന്നത്? ഞാൻ ഈ യോഗ്യതയുള്ളവർ തന്ത്രിയാകണം എന്നുള്ള വാദക്കാരനാണ്. കുടുംബം ഏതായാലും പ്രശ്നമില്ല. കാരണം തന്ത്രസമുച്ചയം പറയുന്നത് കുലീനമായ കുടുംബം. കുലീനം എന്ന് പറഞ്ഞാൽ പേര് കേട്ടത് എന്നല്ല അർത്ഥം. അത് മലയാളത്തിൽ അങ്ങനെയൊക്കെ പറയും, അരിസ്റ്റോക്രാറ്റിക് ഫാമിലി എന്ന് പറയുന്നതാണ് കുലീന കുടുംബം. സംസ്കൃതത്തിൽ അങ്ങനെയല്ല. സത്യസന്ധരെന്ന് പേര് കേൾപ്പിച്ച കുടുംബം. പരമ്പരാഗതമായിട്ട് സത്യസന്ധരല്ല, ഒരാൾ സത്യസന്ധനായാൽ പോരാ, പരമ്പരാഗതമായിട്ട് ആ തറവാട് അല്ലെങ്കിൽ കുടുംബം സത്യസന്ധരായിരിക്കണം. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണം തന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും താഴെമണ്ണിലുണ്ടെങ്കിൽ അവരെയും പരിഗണിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ അങ്ങനെ ആരുമില്ല എന്നുള്ളതാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെ ഖേദം. അത് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന് താഴെമൺ കുടുംബത്തോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. വേദനയും ദുഃഖവും കൊണ്ടാണ് ആ മനുഷ്യൻ ഈ ഒരു നിലപാടെടുത്തത്, ഇവരെ ഇനി വെച്ച് വഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത്. പക്ഷേ അവർക്ക് യോഗ്യതയുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ KS രാധാകൃഷ്ണൻ പോലും ഇതിനെ അനുകൂലിക്കും. ശരി, താഴെമണ്ണെങ്കിൽ താഴെമൺ, മേലെ മണ്ണെങ്കിൽ മേലെ മൺ, ആരുമായിക്കോട്ടെ യോഗ്യതയുള്ളവനായിരിക്കണം. അത് ഈ അധികാരത്തിന് വേണ്ടിയിട്ട്, പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ അംഗീകരിക്കാൻ സാധ്യമല്ല. ഭക്തജനങ്ങൾ ലക്ഷക്കണക്കിന് വരുന്നു, അവർ ഇതുപോലെ ഓരോ ആവശ്യത്തിന് ചരട് ജപിക്കുക, അത് ഇതൊക്കെ. അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് പണക്കാരനാകുന്നത് ഭൂഷണമാണ് ഒരു തന്ത്രിക്ക്. ഈ ഞാനറിയുന്ന നമ്മുടെ കണ്ഠരര് രാജീവര് ഞാൻ അറിഞ്ഞിടത്തോളം 400 ചില്വാനം ക്ഷേത്രങ്ങളിൽ തന്ത്രിയാണ്. ഓക്കെ, അതായത് ഒരു ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ പോലും ഇദ്ദേഹത്തിന് പോകാൻ സാധ്യമല്ല. 365 ദിവസമല്ലേ ഉള്ളൂ. അതെ, അതിൽ 2-2.5-3 മാസം ശബരിമലയിൽ തന്നെ പോകും, ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എടുത്താൽ. ശരിയാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു ദിവസം പോലും തന്ത്രം അനുഷ്ഠിക്കാൻ ഇദ്ദേഹം പോകുന്നില്ല. തന്ത്രം സബ് കോൺട്രാക്റ്റ് കൊടുക്കുക എന്നുള്ള ഹീനമായ പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്ത്രം സബ് കോൺട്രാക്റ്റ് കൊടുക്കുന്നു. എല്ലാ ക്ഷേത്രത്തിലും തന്ത്രം പിടിക്കും, എന്നിട്ട് സബ് കോൺട്രാക്റ്റ് കൊടുക്കും വേറൊരു നമ്പൂതിരിക്ക്. ഓക്കെ ഓക്കെ, എന്തൊരു കഷ്ടമാണ്. ഈ താഴമൺ കുടുംബത്തിന്റെ പേര് എന്നാണ് ഇവർ നമ്പൂതിരിമാരായത് എന്ന് പോലും അറിഞ്ഞുകൂടാ. റെക്കോർഡിൽ ഇവർ താഴമൺ പോറ്റിമാരാണെന്നാണ് പറയുന്നത്. പോറ്റിമൂത്ത് നമ്പൂതിരിയാകുക എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു ഏർപ്പാടുണ്ട്, ചോകാമൂത്ത് തണ്ടാനാകും, തണ്ടാൻ മൂത്ത് പിള്ളയാകും, പിള്ള മൂത്ത് നായരാകും എന്ന് തമാശയ്ക്ക് ഗ്രാമപ്രദേശത്ത് ഒരു ചൊല്ലുണ്ട്. അങ്ങനെയാണ് പതുക്കെ ജാതി മാറി വരുന്നത്. അതുപോലെ പോറ്റി മൂത്ത് നമ്പൂതിരിയായോ, ഇനി നമ്പൂതിരി മൂത്ത് അക്കിത്തിരിപ്പാടോ വല്ലതും ആകുമെന്നറിയില്ല. ഇതുപോലത്തെ ഈ 10ാം നമ്പർ വേലയൊന്നും കളിക്കരുത്. ഇതൊക്കെ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് ഇല്ലാതെയാകുകയും ക്ഷേത്ര ചൈതന്യം തന്നെ കുറഞ്ഞു പോവുകയും ചെയ്യും. പണം വരവ് വെച്ചല്ല ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യം അളക്കേണ്ടത്. ഹിന്ദു സമ്പ്രദായമനുസരിച്ച്, ഹിന്ദു സംസ്കാരമനുസരിച്ച്, വിശ്വാസമനുസരിച്ച് ഒരാൾക്ക് ഇഷ്ടദൈവമാകാം. ശബരിമലയിൽ തന്നെ ജീവിതത്തിൽ ശബരിമലയിൽ പോകാതെ തന്നെ ഒരാൾക്ക് ഹിന്ദുവായിട്ട് തുടരാം. ഗുരുവായൂർ പോകണം നിർബന്ധമില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്ന് ഒട്ടും നിർബന്ധമില്ല. നമ്മളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ദേവിയായിരിക്കും കാവിലമ്മയോ കടവിലമ്മയോ ഉണ്ടാകും. അതിന് ആ ദേവിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു പോകുന്നവരുണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ നടവരവ്, അവിടെ വരാൻ ഹെലിപാഡുണ്ടോ, അവിടെ ഇന്ത്യൻ പ്രസിഡന്റ് വന്നിട്ടുണ്ടോ, ഇതൊന്നും ഹിന്ദുവിൻ്റെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അത് കാണിച്ച് മനുഷ്യരെ മയക്കാൻ നോക്കരുത്. കണ്ടോ, ശബരിമലയിൽ 350 കോടിയാണ് വരുമാനം. അതുകൊണ്ട് 350 കൂടുതൽ കോടി പ്രതിമാസം ഉണ്ടാക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, വ്യാപാരികളുണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്, തുണിക്കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമില്ല. പണം കാണിച്ചും അവിടെ വരുന്ന സ്വർണം കാണിച്ചും ഒന്നും ഭക്തന്മാരെ ഭയപ്പെടുത്തരുത്. കുറേ പേര് അതിൽ മയങ്ങിപ്പോകുന്നവരുണ്ടാകാം, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ ധർമ്മത്തിൻ്റെ ആധാരം നിങ്ങൾക്കുണ്ടോ, ധർമ്മത്തിൻ്റെ അനുഗ്രഹമുണ്ടോ, ധർമ്മത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സാക്ഷിയെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ഇനി മനസ്സാക്ഷിയും കൂടെ ഇല്ലെങ്കിൽ പിന്നെ ലിയോ എനിക്കൊന്നും പറയാനില്ല. അല്ല സാർ, ഈ കഴിഞ്ഞ കുറേ നാളുകളായി
എന്താണ് ധനം, അതായത് സമ്പാദ്യം കൂടുന്തോറും, നടവരവ് കൂടുന്തോറും ആ ശബരിമലയുടെ സ്വഭാവം മാറുന്നു. അവിടെ ഒട്ടേറെ ആളുകളുടെ ശ്രദ്ധ പതിയുന്നു. അവിടെ ആ രീതിയിലുള്ള, അതായത് കച്ചവട സാധ്യത മുൻനിർത്തിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഓക്കെ, ദേവസ്വം ബോർഡ് കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നു, ജനങ്ങളെ ആകർഷിക്കുന്നു, ഭക്തരെ ആകർഷിക്കുന്നു. പക്ഷേ ഈ തന്ത്രി കുടുംബം അല്ലെങ്കിൽ തന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നവരും അത്തരത്തിലേക്ക് മാറിപ്പോകുന്നു ഇപ്പോഴും എന്നുള്ള, ഈ അടുത്ത കുറച്ച് നാളുകളായി അത്തരത്തിലേക്ക് മാറിപ്പോകുന്നു എന്നൊരു പരാതി പലരും ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ അവിടെ നടക്കുന്ന ഒട്ടേറെ കാര്യങ്ങളിൽ ദുരൂഹതയുണ്ട്. അത് നമ്മുടെ മുന്നിലേക്ക് പലപ്പോഴും വാർത്തകളായി വന്നിട്ടുണ്ട്. അത് കച്ചവട സ്ഥാപനങ്ങൾ കൊടുക്കുന്നതാണെങ്കിലും, അവിടുത്തെ ഓരോ ടെൻഡർ കൊടുക്കുന്നതാണെങ്കിൽ തന്നെയും, അതുപോലെ തന്നെ ഈവൻ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പോലും ദുരൂഹതയുണ്ട് എന്നാരോപിക്കുന്നവർ ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ സർവത്ര ദുരൂഹത പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായി ശബരിമലയെ തരം താഴ്ത്തുന്ന തരത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ, അത് പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും അതുപോലെ തന്നെ പുരോഹിതരാണെങ്കിൽ തന്നെയും ചെയ്തിരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ, അത് പരസ്യമായ രഹസ്യമാണ്. മേൽശാന്തിയാവാനായിട്ട് 50 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കണം. നറുക്കെടുപ്പ് ഉണ്ടല്ലോ, അതിൽ 10 പേരുടെ പേരിടും. പേരും മേൽശാന്തി എന്നുള്ള നറുക്കും, ഇത് രണ്ടും ഒത്തുവന്നാൽ മാത്രമേ മേൽശാന്തിയാകുള്ളൂ. ഓക്കെ. 10 പേരും 50 ലക്ഷം രൂപയുടെ, 50 ലക്ഷം രൂപയായിരുന്നു ഒരു 8 വർഷം മുമ്പുള്ള റേറ്റ്. 50 ആയിരുന്നു, പിന്നീട് അത് 1 കോടിയോ 1.5 കോടിയോ ആയി കാണും. ഈ 50 ലക്ഷം രൂപ ദേവസ്വം ബോർഡിലെ ഈ ഇടനിലക്കാരുണ്ട്, അവരെ ഏൽപ്പിക്കണം. നറുക്കെടുത്ത ആളിൻ്റെ ചെക്ക് അവർ എൻകാഷ് ചെയ്യും, ബാക്കി 9 പേരുടെ തിരിച്ചു കൊടുക്കും. ഇതാണ് സിസ്റ്റം. ശബരിമല മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നു. ഇതിങ്ങനെ അല്ല. ഇതിലെ തുകയെപ്പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ ഈ സിസ്റ്റം ഇല്ല എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അയാളെ എനിക്കൊന്ന് കാണണം. വേറെ ഒന്നിനുമല്ല, ഒന്ന് തൊഴാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള മഹാനായൊരു മനുഷ്യനെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി. അല്ല സാർ, ഈ GST ആട്ടിമുടി സർവത്ര കള്ളത്തരമാണ് ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്നത്. ഓക്കെ, അതായത് ഈ GST വരുന്നതിന് മുൻപ് ചെക്ക് പോസ്റ്റുകളിലൊക്കെ തന്നെ ഡ്യൂട്ടി നേടുവാനായി എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുന്നവരൊക്കെ തന്നെ വലിയ രീതിയിൽ കൈക്കൂലി കൊടുക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടെയും കാര്യങ്ങൾ പോകുന്നത്. അതെ, ശബരിമലയിൽ പോസ്റ്റിംഗ് കിട്ടാനായിട്ട് കൈക്കൂലി കൊടുക്കണം. ശബരിമല വലിയ വരുമാനം. ഈ വിജിലൻസുകാർ കണ്ടുപിടിച്ചില്ലേ, ഡെയിലി 1700 രൂപ വെച്ച് മണി ഓർഡർ ചെയ്യുന്നു ഒരു ലോവർ ലെവൽ എംപ്ലോയി. ഒരു ദിവസം 1700 രൂപയുടെ മണി ഓർഡർ പോസ്റ്റ് ഓഫീസ് വഴി പോകുന്നതുകൊണ്ട് ഇതിൻ്റെ കണക്കെടുക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ ഇത് ഒരാളല്ല, ഒരുപാട് പേര് ഇത് ചെയ്യുന്നു. പല വിധത്തിലുള്ള തുകകൾ പോകുന്നു. ഇവരുടെ കുറ്റികളുണ്ട് ഈ ആറന്മുള ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ. അപ്പോൾ അവിടെ ശബരിമല സീസൺ കഴിഞ്ഞിട്ട് ഇവർ മലയിറങ്ങിക്കഴിഞ്ഞാൽ പല വീടുകളിൽ നിന്ന് ഈ നെയ്യും മഞ്ഞളും ഒക്കെ പുരണ്ട നോട്ടുകൾ പുറത്ത് വരും, പലചരക്ക് കടയിലും അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ നാട്ടുകാർ പറയും, അപ്പോൾ ഇദ്ദേഹം മലയിറങ്ങി അല്ലേ ചോദിക്കും. ആ അമ്പലത്തിലെ കാശാണ്. അല്ലെങ്കിൽ നെയ്യും എണ്ണയും മറ്റേ മഞ്ഞളും ഒക്കെ പുരണ്ട നോട്ട് വേറെ സാധാരണ എല്ലാവരുടെയും കയ്യിലുണ്ടാവില്ലല്ലോ. അതെ. അപ്പോൾ അങ്ങനെയാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, പരസ്യമായ രഹസ്യമാണിത്. ദേവസ്വം ബോർഡിൽ എല്ലാവരും ശബരിമലയിൽ കൈയിട്ട് വരുന്നു. ശബരിമല മാത്രമല്ല, സകല ക്ഷേത്രങ്ങളിലും കൈയിട്ട് വരുന്നു. ഇപ്പം നോക്ക്, ഈ ആഭരണങ്ങളുടെ കണക്കെടുക്കാനായിട്ട് കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരനെ നിയോഗിച്ചു. ശങ്കരൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ശബരിമലയിലെ ആഭരണങ്ങൾ ആറന്മുളയിൽ ചാക്കിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അതിൽ ആഭരണങ്ങളില്ല എന്ന് ദേവസ്വം ബോർഡ്, ഉണ്ട് എന്ന് ശങ്കരൻ. ദേവസ്വം ബോർഡ് വീണ്ടും ഹൈക്കോടതിയിൽ പോയി, ഈ ചാക്ക് തുറന്ന് നോക്കട്ടെ. ഹൈക്കോടതി പറഞ്ഞു, അതിന് ചാക്ക് തുറക്കണോ വേണ്ടതെന്ന് ഞങ്ങളോട് ചോദിക്കുന്നതിന്, അതിനാണ് ഞങ്ങൾ ജസ്റ്റിസ് ശങ്കരനെ വിട്ടിരിക്കുന്നത്, തുറന്നു കൊടുക്കും. അങ്ങനെ തുറന്ന് ഇപ്പോൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതിനകത്ത് സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, ചാക്കിൽ കെട്ടിവെച്ചു. ഇത്രയും ചാക്കേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ചാക്കുകൾ എവിടെ? ഇതൊന്നും ആർക്കും അറിയില്ല, കണക്കുമില്ല, കുമ്മട്ടിക്കായുമില്ല. നേരത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു G. സുധാകരൻ. അദ്ദേഹം പറഞ്ഞു, ചാക്കിൽ കെട്ടിയാണ് കറൻസി
സന്നിധാനത്ത് നിന്ന് ധനലക്ഷ്മി ബാങ്കിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ചാക്കിൽ കിട്ടി സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് ഇറങ്ങുന്ന വഴിക്ക് കുറേ നോട്ട് ആരെങ്കിലും പോക്കറ്റിലോ ഒക്കെ ആക്കി കൊണ്ടുപോകാനുള്ള സാധ്യതകളില്ല, തീർച്ചയായിട്ടും ഉണ്ട്. അതൊന്നും ആരും നോക്കുന്നില്ല, വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഭണ്ഡാരങ്ങ് നിറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക, അതനുസരിച്ച് എടുത്ത് മാറ്റുക. ആരെന്ത് കണക്ക് ചോദിക്കുന്നു? ഞാൻ ശബരിമലയിലെ ലേലത്തിന് സാക്ഷിയാണ്. ഞാൻ പിന്നെ ഇതൊക്കെ പുറത്ത് പറഞ്ഞ ആൾക്കാരെ വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ശബരിമലയിൽ ഈ വഴിപാടായിട്ട് ഭക്തർ കൊടുക്കുന്ന ആരി, മഞ്ഞൾ, സ്വർണ്ണമാല, ആദ്യം ഇത് ഒരുപാട് ഉരുപ്പടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അപ്പം ലേലം ചെയ്ത് കൊടുക്കുകയാണ് പരിപാടി. ആ ലേലത്തിൽ നടക്കുന്ന കള്ളത്തരം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടവനാണ് ഞാൻ. ഇത് പറയുമ്പോൾ നമ്മൾ ഈശ്വരവിരുദ്ധനാണ് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഈ ദൈവത്തെ വെച്ച് കാശുണ്ടാക്കുന്ന കറക്ക് കമ്പനികളെ തുറന്നു കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. കറക്റ്റ്, തീർച്ചയായിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഈ യഥാർത്ഥ വിശ്വാസികൾ തകർന്നു പോകും. അവർക്ക് ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ നിരാശയുണ്ട്, ആശങ്കയുണ്ട്. കാരണം ഇതൊക്കെ ഇവർ വിറ്റ് തിന്നുമല്ലോ എന്നുള്ള ഒരവസ്ഥയാണ്. ഈ കള്ളന്മാർക്ക് കുടപിടിക്കുന്ന ഒരവസ്ഥ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്നു. ഇനി അതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അത് എന്ത് തോന്നുന്നു അങ്ങേക്ക്? ഒരു ശുദ്ധീകരണത്തിന് സാധ്യത എത്രത്തോളമുണ്ട്? കാരണം അവിടെയൊക്കെ ഈ നമ്മൾ പറയുമല്ലോ, എല്ലായ്പ്പോഴും നമ്മൾ യൂണിയൻകാരെ എന്തിനു കുറ്റം പറയുന്നു എന്ന്. ഈവൻ ശബരിമലയിൽ പോലും ഈ യൂണിയൻകാരുടെ കൈകടത്തലുണ്ട്, അവരുടെ ഭരണമുണ്ട് എന്നൊക്കെ കൃത്യമായ അറിവുമാണ്. എല്ലാവിധ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും അവിടെയുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രവർത്തനമുണ്ട്. ഇവരെല്ലാം ഇതിൻ്റെ ഈ പണത്തിൻ്റെ ഗുണഭോക്താക്കളാണ്. നമ്മുടെ മലയാളത്തിൽ പഴയൊരു വാക്കുണ്ട്, തീർത്ഥക്കര പാപി എന്ന് പറയും. തീർത്ഥക്കരയിൽ പാപം ചെയ്യുന്നവൻ. ശബരിമല തീർത്ഥാടനം എന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്. ആ തീർത്ഥത്തിൻ്റെ കരയിൽ മഹാപാപം ചെയ്യുന്നവരാണ് അവിടെ കൂടുതലിരിക്കുന്നത്. ഒന്നോ ഒറ്റയോ സത്യസന്ധര ആരെങ്കിലും കണ്ടേക്കാൻ നമ്മൾ പറയുമ്പോൾ അടച്ചങ്ങ് പറയരുത്. സത്യസന്ധരായ മനുഷ്യരും ഉണ്ടാകാം. ഒരുപക്ഷെ അവരുള്ളത് കൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ ഇപ്പോഴും അത് നടന്നു പോകുന്നത്. ഇപ്പോൾ ഈ തന്ത്രി വിവാദത്തിൽ തന്നെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ ജയകുമാറിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ടോ? ബ്രഹ്മദത്തിനെ വയ്ക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ ഹൈക്കോടതി സമ്മതിക്കണം. എന്തിന് ഹൈക്കോടതിയുടെ സമ്മതം? ദേവസ്വം ബോർഡാണ് തന്ത്രിയുടെ നിയമനാധികാരം ഉള്ളവർ, അവർക്കത് തീരുമാനിക്കാം. പക്ഷേ അദ്ദേഹം അത് ചെയ്യില്ല, ഹൈക്കോടതിയുടെ തലയിൽ വയ്ക്കും. കാരണം ബ്രഹ്മദത്തിനെ വെച്ച് വല്ല കുഴപ്പവും ഉണ്ടായി കഴിഞ്ഞാൽ ജയകുമാറിനോട് പറയും, നിങ്ങളല്ലേ ഇയാളെ വെച്ചതെന്ന് പറയും. അതുകൊണ്ട് ജയകുമാറിൻ്റെ മേത്ത് ചെളി തെറിക്കാൻ ജയകുമാർ അനുവദിക്കില്ല. അതേസമയം ജയകുമാർ വലിയ പാട്ട് എഴുതുകയും ചെയ്യും, കുടജാദ്രിയിൽ കുടികൊള്ളും ഭഗവതി. ആ കുടജാദ്രിയിലെ ഭഗവതിയെ സാക്ഷിയാക്കിക്കൊണ്ട് ധാർമ്മികമായൊരു തീരുമാനമെടുക്കാൻ ജയകുമാറിന് കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഇവരൊക്കെ ഈ കസേരയിലിരിക്കുന്നത്? ധർമ്മം അനുഷ്ഠിക്കാനല്ലെങ്കിൽ എന്തിനാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ആവുന്നത്? നിങ്ങൾക്ക് വേറെ വല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജിങ് ഡയറക്ടർ ആവാം, കാശാണ് വേണ്ടതെങ്കിൽ. ചിലപ്പോൾ താന്ത്രിക വിദ്യ അല്ലെങ്കിൽ പൂജാവിധികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അഡ്മിനിസ്ട്രേഷനിലെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രതിപാദിച്ച് പോവുകയാണ്. ഈ ശബരിമലയിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒട്ടേറെ തരത്തിലുള്ള ക്രമക്കേടുകൾ, അഴിമതി, കെടുകാര്യസ്ഥത ഇവയൊക്കെ തന്നെ നടമാടുകയാണ്. ഒരുപാട് പണം വന്ന് പോകുന്ന ഒരു ആരാധനാലയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഒരു ശുദ്ധീകരണം എത്രത്തോളം സാധ്യമാണെന്നാണ് അങ്ങയുടെ അഭിപ്രായം? അതിന് എന്ത് നടക്കണം? അതൊക്കെ വെറുതെ പറയുന്നതാണ്. ആത്മാർത്ഥതയുള്ള രണ്ട് പേര്, ഒന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ്, വേറൊന്ന് കമ്മീഷണർ. ഈ 2 പേര് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ബാക്കി എല്ലാം മര്യാദയ്ക്ക് കാര്യങ്ങൾ നടക്കും. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇവർ ചെയ്യുന്ന ഇളവുകൾ, ഇവരുടെ പേടിയുണ്ടല്ലോ, ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളെ നേരിടാനുള്ള ഇവരുടെ ഭയം, അതൊക്കെ കൊണ്ടാണ് ഇത് വർദ്ധിച്ചു വരുന്നത്. ഒരു കാര്യം ലിയോ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗം എന്തെല്ലാം ബഹളവും കച്ചറയുമായിരുന്നു. TN ശേഷൻ എന്ന ഒറ്റ കമ്മീഷണറാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ സ്ട്രെയിറ്റ് ലൈനിൽ കൊണ്ടുവന്നത്, ഇല്ലേ? കറക്റ്റ്. അവസാനം TN ശേഷൻ വലിയ ശല്യമായി കഴിഞ്ഞപ്പോഴാണ് 3 അംഗ കമ്മീഷൻ എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാർ 3 പേരെ വെച്ചത്.
അപ്പോൾ TN ശേഷൻ എന്തെങ്കിലും നിയമ ഭേദഗതിയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉള്ള നിയമം നടപ്പിലാക്കി. അതാണ് TN ശേഷൻ ചെയ്തത്. അതുപോലെ 1-2 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കലാപരിപാടികൾ മുഴുവൻ നിൽക്കും. ഇതൊന്നും വലിയ പ്രസ്ഥാനമൊന്നുമല്ല. ശബരിമലയിൽ സംഭവിക്കുന്നത് എന്താ? പൈസ വരുന്നു, അത് ചിലവാക്കുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ ബിസിനസ്സൊന്നും അവിടെ നടക്കുന്നില്ലല്ലോ. GST അടയ്ക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ലൈസൻസ് എടുക്കുന്നു, ലൈസൻസ് പുതുക്കുന്നു, ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വരവും ചെലവും മാത്രമാണ് ശബരിമലയിലല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും. ഇത് കമ്പ്യൂട്ടറൈസ് ചെയ്യാനോ ഈ എണ്ണുന്നിടത്ത് പിന്നെ കൊണ്ടുപോകുന്നിടത്ത് എല്ലാം സ്ട്രീം ലൈൻ ചെയ്യാനോ എന്തിനാ ഇത്ര വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ലല്ലോ. അതെ, ബാക്കിയുള്ളതൊക്കെ ക്രൗഡുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയധികം ആൾക്കാർ വരുന്നു, അവരുടെ സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ഇവരൊരു അയ്യപ്പ സംഗമം നടത്തിയിട്ട് അതിൻ്റെ കണക്ക് കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതെ, കെ ജയകുമാർ വരുമ്പോൾ ഇരുമ്പ് പിഴിഞ്ഞ് വെള്ളമെടുക്കുമെന്ന് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് പോലും ഈ കണക്ക് ഇതുവരെ കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടില്ല. എന്തൊരു കഷ്ടമാണ് നോക്കും. ശരിയാണ്, ശരിയാണ്. ഡിറ്റർമിനേഷനുള്ള ഒരൊറ്റ ഉദ്യോഗസ്ഥനില്ല. ഇതിന് ഭക്തി വേണ്ട. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നിരീശ്വരവാദികളെ ഏൽപ്പിക്കുക ഇതിൻ്റെ ഓപ്പറേഷൻ. അവർക്ക് ഭക്തന്മാരുടെ വികാരവും അറിയാം, ഈ അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് പോകാനും അറിയാം. അവർ ക്ഷേത്രത്തിനുള്ളിലൊന്നും പോവുകയില്ല, നിങ്ങളെ ഒരു ശല്യവും ചെയ്യില്ല. പക്ഷേ സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങൾ നടത്തും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിരീശ്വരവാദികളുടെ ഒരു ടീമിനെ ഏൽപ്പിക്കുക അഡ്മിനിസ്ട്രേഷൻ. ഈശ്വരവിശ്വാസികൾ ഈ കർമ്മങ്ങളും സംഗതികളും ഒക്കെ ചെയ്യട്ടെ, അഡ്മിനിസ്ട്രേഷൻ നിരീശ്വരവാദികൾ ചെയ്യട്ടെ. എന്നാൽ പോലും ഇതിലും ഭംഗിയായിട്ട് ചിലപ്പോൾ നടന്നു വരും. ഈ വലിയ വിശ്വാസവും ഭക്തിയൊക്കെ പ്രസംഗിക്കുന്നവരെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് അനുഭവം കൊണ്ട് തോന്നുന്നതാണ്, ആരോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ പറയുന്നതല്ല. ഡോക്ടർ KS രാധാകൃഷ്ണൻ അങ്ങനെ എഴുതാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളാണ്. അദ്ദേഹം പറഞ്ഞതിനകത്തെ തെറ്റെന്താണെന്ന് ആരും ചോദിക്കുന്നില്ല. ശരിയാണ്. KS രാധാകൃഷ്ണനെതിരെയുള്ള വിമർശനം എന്താണ്? BJPയുടെ വൈസ് പ്രസിഡൻ്റായിട്ടിരുന്നു കൊണ്ട് ഇത് പറയാമോ? അതെ, ശരി, പറഞ്ഞുകൂടാൻ തന്നെ വെച്ചോ. പറഞ്ഞത് ശരിയാണോ എന്ന് പറ, അത് നോക്കണമല്ലോ. കറക്റ്റ്, അതാണ്. രാധാകൃഷ്ണൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. മറ്റത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് പ്രൊപ്രൈറ്റി. ആ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ഇത് പറയാമോ എന്നൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് തർക്കത്തെ ഡിഫ്ലക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഏർപ്പാടാണ്. KS രാധാകൃഷ്ണൻ പറയുന്നതിനകത്ത് മെരിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഔട്ട് ആൻഡ് ഔട്ട് അതിനകത്ത് മെറിറ്റ് ഉണ്ട്. ഒരക്ഷരം ഒരു വാക്ക് തെറ്റായിട്ട് അതിലില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ഞാൻ ഇപ്പോഴല്ല, 4 ദിവസം മുമ്പേ, ഒരുപക്ഷെ അദ്ദേഹം നിലപാടെടുക്കുന്നതിന് മുമ്പേ ഈ നിലപാടിൽ സംസാരിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് KS രാധാകൃഷ്ണനെ പിന്തുണയ്ക്കുന്നതിൽ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ല. അതാണ് ശ്രീ TG മോഹൻദാസിൻ്റെ നിരീക്ഷണവും അഭിപ്രായവും. വ്യക്തമാണ്, ക്ലിയറാണ്. അദ്ദേഹം വളരെ വളരെ പ്രിസൈസായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. BJP ഉപാധ്യക്ഷൻ ശ്രീ KS രാധാകൃഷ്ണൻ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. അതിലെന്ത് തെറ്റാണുള്ളത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. താഴമൺ കുടുംബത്തെ തന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റണം എന്നുള്ളതാണ്. തന്ത്രിസ്ഥാനത്തിന് കൃത്യമായി യോഗ്യതകളുണ്ട്. ആ യോഗ്യതയുണ്ടോ ഇപ്പോൾ തന്ത്രിസ്ഥാനത്തിരിക്കുന്നവർക്ക് എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. തന്ത്രിസ്ഥാനത്തിൻ്റെ യോഗ്യതയിൽ തുടങ്ങിയ ചർച്ച പൊതുവായിട്ടുള്ള ശബരിമല അഡ്മിനിസ്ട്രേഷൻ വിഷയങ്ങളിലേക്കും കടന്നു. അവിടെ അടിമുടി ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അത് അസാധ്യമൊന്നുമല്ല. ഇച്ഛാശക്തിയുള്ള, ഡിറ്റർമിനേഷനുള്ള ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും കമ്മീഷണറും ഉണ്ട് എങ്കിൽ ശുദ്ധീകരണം സാധ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ദേവസ്വം മന്ത്രി ശ്രീ K മുരളീധരൻ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകും, കേൾക്കുന്നുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ആരോഗ്യവകുപ്പിലൊക്കെ തന്നെ വളരെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ദേവസ്വം വകുപ്പിലും ഇതേ രീതിയിലുള്ള ഡിറ്റർമിനേഷനോട് കൂടിയുള്ള ഒരു നേതൃത്വം അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചാൽ അതിന് പ്രാപ്തിയുള്ള കമ്മീഷണറെയും പ്രസിഡന്റിനെയും നിയോഗിക്കുവാനും കൂടി അദ്ദേഹം തയ്യാറാകണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, സർക്കാർ തയ്യാറാവണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് എടുത്തു പറയാൻ കാരണം പലപ്പോഴും ഈ സർക്കാർ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കാണുന്നത്
പല ഉദ്യോഗസ്ഥരെയും LDF സർക്കാർ കീ പോസ്റ്റുകളിൽ നിയമിക്കുകയും അവരുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്നവരായിരിക്കും എന്നുകൂടി ഞാൻ അടിവരയിട്ട് പറയട്ടെ. അവരെ ഒന്നും തന്നെ മാറ്റുവാനോ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാനോ ഇവർ തയ്യാറാകുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പല ഉദ്യോഗസ്ഥരുണ്ട്, എണ്ണിപ്പറഞ്ഞാൽ സമയം ഒട്ടേറെ നമുക്ക് അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും. എന്തായാലും ഡിറ്റർമിനേഷൻ അത് സർക്കാരിനും ഉണ്ടാകേണ്ടിയിരിക്കുന്നു, ദേവസ്വം ബോർഡിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ശബരിമലയിൽ അത് നടക്കുക തന്നെ വേണമെന്ന് ഭക്തർ ആഗ്രഹിക്കുന്നു. ഭക്തരുടെ ആഗ്രഹം നടപ്പിലാകുമോ? കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.